കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൊടുപുഴയിലെ മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്തിയതിൽ ജോസഫ് വിഭാഗത്തിൽ അമർഷം പുകയുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തൊടുപുഴയിലെ ഏറ്റവും ജനപ്രിയരായ നേതാക്കളെ വെട്ടിനിർത്തിയതോടെ പാർട്ടിയിൽ PJ ജോസഫിനും അപ്പുവിനുമെതിരെയുള്ള അമർഷം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 20 വർഷക്കാലം തൊടുപുഴയിലെ ജോസഫ് വിഭാഗത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും ഉന്നതാധികാര സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, പാർട്ടിയുടെ വൈസ് ചെയർമാനും ദീർഘകാലം നിയോജക മണ്ഡലം പ്രസിഡന്റും തൊടുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് PJ ജോസഫിന്റെ നാവായി നിന്ന് പ്രവർത്തിച്ച മുൻ ബാർ കൗൺസിൽ ചെയർമാനും പൊതുമരാമത്ത്, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്ന സമയത്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലറും മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എന്നിവരെയൊന്നും ഇപ്പോൾ കേരള കോൺഗ്രസ് വേദികളിൽ കാണാറില്ല. രാഷ്ട്രീയ പ്രവർത്തനം സ്വയം നിർത്തുവാൻ നിർബന്ധിതരായോ അതോ വോളണ്ടറി റിട്ടയർമെന്റ് കൊടുത്ത് പറഞ്ഞയച്ചതോ എന്നുള്ള സംശയങ്ങളാണ് അണികൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത്. തൊടുപുഴയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളെ ഷഷ്ടിപൂർത്തിയോടടുത്ത മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി തഴഞ്ഞതാണ് എന്നുള്ളതാണ് നിലവിൽ ചില നേതാക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപം. തൊടുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾ ജോസഫ് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഒപ്പം നിന്ന് പാർട്ടിക്കാരുമായി സംവദിച്ച് ഭരണതലത്തിൽ കയറിയിറങ്ങി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നിരുന്നത് ജോസഫ് ജോൺ ആയിരുന്നു. കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ജോസഫ് ജോൺ വിജയിച്ചപ്പോൾ അദ്ദേഹമായിരിക്കും ചെയർമാൻ ആവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അദ്ദേഹം ചെയർമാൻ ആകുന്നതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം UDF-ലുണ്ടായിരുന്നു. അവരിൽ ചിലർ നടത്തിയ ഉപചാപങ്ങളുടെ ഫലമായിട്ടാണ് LDF-ന് ഭരണം ലഭിച്ചത്. തുടർന്ന് UDF-ന് ഒരിക്കൽ കൂടി അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം ചെയർമാൻ ആകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്ത് ക്ലെയിം വെക്കാൻ പോലും ജോസഫ് ഗ്രൂപ്പ് തയ്യാറായില്ല. ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിന്റെ കടന്നുവരവാണ് തൊടുപുഴയിലെ ജോസഫ് വിഭാഗത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയതെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പാർട്ടിയിലെ പഴയ നേതാക്കളെല്ലാം ഒഴിവാക്കി മകന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ജോസഫ് ജോണിനെയും ജോസി ജേക്കബിനെയും പോലുള്ള മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയതെന്ന ആരോപണങ്ങളാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഉയർന്നത്. 35 വർഷം മുൻപ് തൊടുപുഴയിലെ ജോസഫ് ഗ്രൂപ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന പ്രൊഫസർ KA ആന്റണിയെ സമാന രീതിയിൽ നേരത്തെ ഒഴിവാക്കിയിരുന്നു. അദ്ദേഹം ഇന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഉന്നത നേതാവായി മാറി. നന്നായി പ്രവർത്തിക്കുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ ഓരോവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നത് ജനങ്ങളുമായി ബന്ധമുള്ളവർ നേതൃസ്ഥാനത്ത് തുടർന്നാൽ തനിക്ക് അവർ ബാധ്യതയാകുമെന്ന ജോസഫിന്റെ ചിന്ത കൊണ്ടാണെന്നാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ തമ്മിൽ അടക്കം പറയുന്നത്. ജോസഫ് പുതുതായി വാഴിച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലെയ്സ് G വാഴയിൽ ജോസഫിനേക്കാൾ ഉപരി മകൻ അപ്പുവിന്റെ വിശ്വസ്തനാണ്. കഴിഞ്ഞ തവണ ജോസഫ് മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. അന്ന് സാമ്പത്തിക തിരിമറി ആരോപണം അടക്കം നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വലിയ തോതിൽ സാമ്പത്തികമായി പുരോഗമിച്ചതും കൊട്ടാര സമാനമായ വീട് പണിതതും പലതരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ മൂലമാണെന്നാണ് അണികൾ ആരോപിക്കുന്നത്. എന്തായാലും തൊടുപുഴയിൽ ജോസഫ് വിഭാഗത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ പാർട്ടി വിടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത് തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജോസഫ് ആയിരുന്നു വില്ലന്റെ സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ മകനാണെന്ന് മാത്രം. തങ്ങളാരും വേണ്ട, ഞാനും അപ്പച്ചനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും മാത്രം മതി എന്ന നിലപാട് സ്വീകരിക്കുകയാണെന്ന് ജോസഫ് വിഭാഗക്കാർ പരസ്യമായി ആരോപണം ഉന്നയിക്കുന്ന തലത്തിലേക്ക് ജോസഫ് വിഭാഗത്തിലെ പോര് ശക്തിപ്പെട്ടിരിക്കുകയാണ്.